ഹലോ ഗൈസ്, നമ്മളെ ഡേ 3 അറ്റ് പാക്കോ. വാട്ട് ഹാപ്പൻ? ഹായ് ഗൈസ്, നമ്മൾ ഡേ 3 നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഗുബുസ്ഥാൻ. ഹായ് ഗൈസ്. ഹായ് ഗൈസ്, ഈ കുട്ടിയൊന്നും ലേറ്റ് ആണ് ഗൈസ്. ഷീസ് ദ ലേറ്റ് കമർ ഓഫ് ദ ക്ലാസ്. ഓൾവേസ് ആ ടൈറ്റിൽ വേറെ ആൾക്കും കൊടുക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. നമ്മള് വണ്ടിയിൽ സീറ്റിന് വേണ്ടിയുള്ള തല്ലൂട്ടാണ്, കുഞ്ഞു പിള്ളേരെ പോലെ. മഡുണ്ടല്ലോ ഇഷ്ടം പോലെ. നമ്മളിന്ന് എവിടേക്കാ പോകുന്നത്? നമ്മൾ ഗുബുസ്ഥാൻ. നമ്മള് കുറച്ചും കൂടെ എവിടെയാണ്? മഡ് വോൾക്കാനോ? അല്ല, അവിടെ മഡ് വോൾക്കാനൊക്കെ നമ്മുടെ നാട്ടിലാണ് മണൽ തൂച്ചിലൊക്കെ വന്ന് പേര് മണൽ തൂച്ചിയിലൊക്കെ വന്നേര് മണ്ണ് തൂറ്റിന്നൊക്കെ. അത് നീ ഇറങ്ങും, ആൾക്കാരെ മാറ്റുക. എന്താന്ന് മാറ്റാൻ ആദ്യം ഇന്ന് പോലെ കാശുണ്ട്. കൊരങ്ങിന്റെ കൂടെ കാശ് 10 രൂപ ആണെങ്കിൽ നമുക്ക് പക്ഷേ അവിടെ വരുന്ന സാധനം കംപ്ലീറ്റ് ആണോ ഒരു അഭിപ്രായം. ഉറക്കമല്ലുണ്ടോ? ബാക്കി അറിയില്ല തോന്നുന്നത്. ആ പാട്ടാണ് ഈ പാടുന്നത്. അവനും പാട്ട് പാടാണോ? എങ്ങനെയാണ് കിടന്നോ? യെസ് ഗൈസ്, ഞങ്ങള് മഡ് വോൾക്കാനോ കാണാൻ പോവാണ്. ദ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ അസർബൈജാൻ, ബാക്കു. ഇവിടെ നമ്മളോട് അവർ പറഞ്ഞത് ഇവിടുന്ന് ടാക്സി എടുത്തിട്ട് നമ്മൾ പോകണം, എന്നിട്ട് ആ ടാക്സിക്ക് തന്നെ തിരിച്ചു വരണം. അങ്ങനെയാണ്. ഇതെന്തിട്ട് സംഭവം? യേശു ആരത്? ആരാ ഇവിടെ ഫേക്ക് കഥ പറയണത്? ആ, സിനിമ ഉണ്ട്. ഗൈസ്, ഇതൊക്കെ ബ്രോൺസ് ഏജ്, അതുപോലെ തന്നെ ആ സമയത്തുള്ള മെറ്റാലിക് ബട്ടൺ നെക്ലേസ് പീസസ്, അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെയായിരുന്നു ആ സമയത്ത് ഓർണമെന്റ്സ് ഡ്യൂറിങ് ദ ബ്രോൺസ് ഏജ്. ലുക്ക് അറ്റ് ദിസ്. ഇത് എന്താണ്? സ്റ്റോൺ ആർട്ടിഫാക്റ്റ്. ഇവിടെയുള്ള മൗണ്ടെയ്ൻസിൽ നിന്ന് ഇവർ കളക്ട് ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ. ലഞ്ച് Which place is that? Which place? This place, the Gobustan. That is Gobustan. Yeah, That is Gobustan, like their village or something. see that place, and this is the center of the Gobustan. This side is the like the village. Okay. This is for many years. More than 100 years. Even more than. Maybe more. Maybe more than. Yeah, I don't know exactly. The truth. Yeah, they were written Bronze Age. Yes. Guys, we are going on Ladakh to
What's your name? Rahil. Indian Rahul. 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 നമുക്ക് അപ്പൂന്നിടാം അപ്പു. കയ്യിലാക്കാൻ ഇതിലാണ് ആൾക്കാർ ഇറങ്ങി. Cold. Original cosmetic. Wow, very beautiful. തിന്നോ? My hands. നല്ലത്രേ മുഖത്ത് നല്ലതാണ്. No. സൂക്ഷിച്ചേ. Careful. Lisa. സൂക്ഷിച്ചേ. അവിടെ സംഭവം വെള്ളം കെട്ട് സൂക്ഷിച്ചേ. അടിയെ ആളിരുന്ന് വളി വിടുന്ന രാവിലെ തൊട്ട്. എടുക്കടാ. ഗ്രേസ് നിന്നെ കിട്ടുന്നില്ല കേട്ടോ കുട്ടപ്പൻ കാരണം. കുട്ടപ്പൻ മാറിക്കോ. തൊട്ട് കഴിഞ്ഞല്ലോ. എന്റെ സിംഗിൾ വീഡിയോ വേണം ഷിയോ. ഷെഫ് ഒരു ഫോട്ടോ എടുത്തേ. പിന്നെ പറ്റില്ല. നോ. No, but. Wait. അവൾക്ക് നഷ്ടമല്ലേ, ചുമ്മാ അല്ല. എടാ എന്റെ വീഡിയോ. ഗ്രേസ് ചാണകത്ത് ചവിട്ടി ഗായ്സ്. ഗ്രേസ് പുതിയ ഷൂ. ഈ ഷൂ എത്ര രൂപയായി ഗ്രേസ്? ഈ ഷൂവിന് എത്ര രൂപയായി? പുതിയ ഷൂ 120 മേടിച്ചതാ ഗ്രേസ്? 120 മേടിച്ചോ? മഡ് വോൾക്കനുണ്ട്. കൈയിടാൻ നോക്കി ഞാനൊരു കാല് തെന്നി അതിൻ്റെ ഉള്ളിൽ ഒരു കാലിൻ്റെ ഉള്ളിൽ മുങ്ങിപ്പോയതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈസി അല്ല അത് കാലിൽ നിന്ന് അങ്ങോട്ട് കളയാൻ വേണ്ടിയിട്ട്. ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് മൊത്തത്തിൽ വീണില്ല എന്നുള്ളൂ. നമ്മുടെ കൂടെ വന്ന ചേട്ടന്മാർ പാവായതുകൊണ്ടും അവരുടെ കയ്യിൽ വെള്ളം ഉണ്ടായതുകൊണ്ടും അവർ അത് വാഷ് ചെയ്ത് നമ്മൾ ഹെൽപ്പ് ചെയ്ത് വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ആലോചിച്ചിട്ടിരിക്കുന്നു. എന്തോ ഭാഗ്യത്തിനാണ് ഫുള്ള് ഇടിഞ്ഞു പൊളിഞ്ഞ് എൻ്റെ ഉള്ളിൽ വീഴാഞ്ഞത്. നിങ്ങൾ മഡ് വോൾക്കനിലേക്ക് വരാൻ പ്ലാൻ ഇടണ്ടെങ്കിൽ അവിടെ മഡ് ബാത്ത് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മഡിൽ ഇറങ്ങി കുളിക്കാനും അതൊക്കെ പറ്റും. അതിന് മഡ് ബാത്ത് നമ്മുടെ ബോഡിക്കൊക്കെ നല്ലതാണെന്നാണ് അവർ പറയുന്നത്. അവിടെ തന്നെ വാഷ് ചെയ്യാനും ഒക്കെയുള്ള ഫെസിലിറ്റി ഉണ്ട്. വാഷ് മീൻസ് അവിടെ ഒരു വെള്ളം നിറച്ചവർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ മഡ് വോൾക്കനോ കഴിഞ്ഞു തിരിച്ചു പോകുന്നു. ഞാൻ വളരെ എന്തൊക്കെ പറയാ, കാലൊക്കെ മഡ് വോൾക്കനോയുടെ ഉള്ളിൽ തെറിച്ചു പോയി. എങ്ങനെയൊക്കെ മഡ് ബാത്ത് ഓൺലി ലെഗ് ബാത്ത്. Grapes. Excuse me. മാക്സിമം കഷ്ടം ഉണ്ടാക്കി നമ്മളെ പോലെ ഒന്നല്ല കേട്ടോ, നല്ല ഹെൽത്തി ഫുഡാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഇതൊക്കെ അവരുടെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള ഫ്രഷ് പ്ലാന്റ്സും ഫ്രൂട്ട്സൊക്കെയാണ് അവർ യൂസ് ചെയ്യണത്. ആദ്യത്തെ സൽക്കാരും അടിപൊളിയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളിവിടെ എൻജോയ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും വന്നാന്നൊക്കെ പറഞ്ഞപ്പോൾ അവരവരുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യായിരുന്നു. ഞങ്ങൾ കിട്ടിയ ചാൻസിൽ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയും ചെയ്തു. ടൈം ഇപ്പോൾ 7:17. നോക്കൂ ആകാശത്തിൻ്റെ ആ തെളിമ നോക്കൂ. നമ്മൾ മഡ് വോൾക്കനോയിലേക്ക് കയറി തിരിച്ച് പോവാണ്. അസർബൈജാനിലെ സുന്ദരികളായ പെൺകുട്ടികളെ ഒളിക്കണ്ണിട്ട് വായി നോക്കുന്ന ചെറുക്കന്മാരാണ് ഇവർ. എനിക്കൊന്നും ഒളിക്കണ്ട് നോക്കേണ്ട ആവശ്യം, ഞാൻ നേരെ നോക്കും. നല്ല ചെറുക്കന്മാരുണ്ട് ഗൈസ്. അവിടെ ഒരു ചെറുക്കനും 2 ചെറുക്കന്മാരും ഒരു എത്തി നോക്കുന്നു സുന്ദരി കുട്ടി എന്നും പറഞ്ഞിട്ട്.
നോക്കൂ ഗൈസ്, ഈ വായ നോക്കിയാണ് ഇവിടുത്തെ പാർക്കല്ലേ. ആ ബിൽഡിംഗ് നോക്കൂ, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്. ഇവിടുത്തെ ബിൽഡിങ്ങിലെ ശിലാ പണികൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. Yeah, I'm too much happy. Thank you, brother. Thank you. ഇതായിരുന്നു നമ്മുടെ മഡ് വോൾക്കാനോ വിസിറ്റ്. അപ്പം ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആണെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഇപ്പോൾ. കാരണം ഇറ്റ്സ് എ മാജിക്കൽ വ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.